ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇഫ്താർ മീറ്റിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ 1-2 ഫ്രണ്ട്സും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. മമ്മാസ് ബേക്കും അതുപോലെ തന്നെ സെമീസ് കിച്ചണും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഹസ്ബൻഡിൻ്റെ കൂടെ മമ്മാസ് ബേക്കിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് പോവുകയാണ്. നമ്മുടെ മേൽപ്പറമ്പയിലുള്ള പൈച്ച സ്ട്രീറ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മുടെ ഇന്ന് ഇഫ്താർ മീറ്റ്. നമ്മുടെ കാസർഗോട്ടെ ഒട്ടുമിക്ക വ്ളോഗേഴ്സ് ഇവിടെ ഉണ്ട്. ദാ നമ്മുടെ കൊച്ചു മിടുക്കനായ വ്ളോഗർ. അപ്പോൾ ദാ നമ്മളിവിടെ എത്തുന്ന സമയത്തേനും എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരറിയാതെ സ്നാക്സ് ഒക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ജാങ്കോ ഞാൻ പെട്ടു എന്ന് പറഞ്ഞ പോലെ ഷാക്ര സീനാറിന്റെ മുന്നിൽ ഞാൻ പെട്ടുപോയത്. നമ്മള് ഫുഡ് ബ്ലോഗേഴ്സിനെ ഒക്കെ നിർത്തിയൊക്കെ അപമാനിച്ചു ഗൈസ്. അപ്പോഴത്തേക്കും ദാ നമ്മുടെ ഓണർ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ രസം എന്ന് പറയുന്നത്. ഒരു സ്നാക്കിൻ്റെയും പേര് ഒരു വ്ളോഗേഴ്സിനും അറിയില്ല എന്നുള്ളത്. അപ്പോൾ അതാ നമ്മുടെ അമേസിങ് വ്ളോഗർ വന്നിട്ടുണ്ട്. ജാബി, പാത്തു, ഷെയ്മ, അങ്ങനെ ഒരുപാട് പേര് ബാങ്ക് കൊടുക്കാനാവുന്ന സമയത്തേനും വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ബാങ്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ എല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് നോമ്പ് തുറന്നിട്ടുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നന്നായിട്ട് സംസാരിക്കാൻ മാത്രമല്ല നന്നായിട്ട് കഴിക്കാനും അറിയാം. അപ്പോൾ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരാൾ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് വിഭവ സമൃദ്ധമായിട്ടുള്ള ഫുഡ് തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ എല്ലാം കഴിച്ച് നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എടുത്ത സാധനം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നോമ്പ് തുറന്ന പാടെ കഴിക്കൂലല്ലോ. എന്നാലും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് പ്രസ് ക്ലബ് ജംഗ്ഷനിലാണ്. ഇവിടെ അടിപൊളി സ്ട്രീറ്റ് ഫുഡ് സ്റ്റാൾ ഇത് പേരല്ലേ അടിപൊളി ഇവിടെ നമുക്ക് നൈറ്റ് വൈബൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഡ്രിങ്ക്സും ഒരുപാട് സ്നാക്സും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ അതാ നമ്മുടെ ബട്ടർ ഗുൽക്കണ്ടും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. കാസർഗോഡ് വഴി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ട് ഈ ബട്ടർ ഗുൽക്കണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ നൈറ്റ് വൈബൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് ടേബിളിൽ ഇരുന്ന് നമുക്കിതുപോലെ കുടിക്കാനും ആസ്വദിക്കാനൊക്കെ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.